ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ചിങ്ങം 1. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ്, രാവിലെ ഒരു 6:45 ആയി കാണും. എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി. ഇത് നമ്മുടെ റോസ്മേരി ചെടിയാണ് കേട്ടോ. അപ്പം കുറച്ചൊന്ന് വളർന്ന് നിൽക്കുന്നുണ്ട്. നല്ലൊരു ചെറിയൊരു മഴയും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി എൻ്റെ ഫ്ലാസ്കിലിരുന്ന് വെള്ളം കുടിക്കുകയാണ് ചെയ്യണം കേട്ടോ. ഞാനൊരു ഒരു അര കുപ്പിയോടും വെള്ളം ആദ്യമേ കുടിച്ചതിന് ശേഷം ബെഡൊക്കെ അലമ്പായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി തട്ടിക്കുടഞ്ഞ് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ എൻ്റെ എന്നത്തെയും ജോലിയാണ് ഇതിന് ശേഷം മറ്റേ നമ്മുടെ സോഫ സെറ്റിയുടെ അവിടുത്തെ ആ ഡൈനിങ് ടേബിൾ തുടച്ചിടുക, പിന്നെ സെറ്റിയുടെ കുഞ്ഞ് ടേബിൾ തുടയ്ക്കുക, പിന്നെ വാഷ് ബേസ് തുടയ്ക്കുക. അപ്പോൾ ഇത് എൻ്റെ ജോലിയായിട്ട് ഞാനങ്ങ് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ വേറെ ഒരു ഇതില്ല. രാവിലെ അമ്മയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന അമ്മയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മൾ ചെയ്യണമല്ലോ. ചെയ്യുമ്പോഴല്ലേ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. ഫസ്റ്റ് ഇതിനൊരു ക്ലീനിങ് ചെയ്ത് തുടങ്ങുമ്പോൾ അതൊരു നല്ല ഒരു പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടും. ബാക്കി പണ്ടാദ്യമേ ഞാൻ എഴുന്നേറ്റ് തൂത്തിട്ട് പിന്നെ കുളിച്ച് വിളക്ക് കൊളുത്തുന്ന ആ ഒരു ഇതിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കുറേ നാളായിട്ട് ഞാനിപ്പം കുറേ ജോലികളൊക്കെ ഇങ്ങനെ കുറച്ചിട്ട് ഇപ്പോൾ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് പറ്റുന്ന ചെറിയ കാര്യമാണിത്. അപ്പോൾ എന്നും രാവിലെ ഇതിപ്പോൾ എൻ്റെ റൊട്ടീനാണ്. ബെഡ് വിരിച്ചിടുക, പിന്നെ എന്താ പറയുക, ഇതുപോലെ ചെറുതായിട്ടുള്ള ക്ലീനിങ് പരിപാടി. സത്യം പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു മൈൻഡൊന്ന് റിലീഫാകും കേട്ടോ. രാവിലെ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും ഒന്ന് നീറ്റാക്കി ഇട്ടു. ഇത്ര സ്ഥലത്തുള്ള ഇതൊക്കെ ഉള്ളൂ. ബാക്കി ഒരുപാട് ഇങ്ങനെ തൂക്കുന്നത് അതൊക്കെ എല്ലാം അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ക്ലീനൊക്കെ ആക്കിയിട്ട് ഇനി ഞാൻ പോയിട്ട് ചടപടേന്നൊരു കുളി അങ്ങോട്ട് പാസ്സാക്കി. അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ നടന്നൊക്കെ നോക്കും കേട്ടോ, എങ്ങനെയുണ്ട്, വൃത്തിയായിട്ടൊക്കെ ആയിട്ടുണ്ടോ എന്ന് നോക്കും. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു മഴയുടെ ഒരു കോളുള്ളത് കൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അധികം മുറ്റത്തിറങ്ങിയപ്പോൾ വെയിലൊന്നും അങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് നേരം നടക്കും. രാവിലെ കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ഒന്ന് വാമപ്പ് പോലെ ഒന്ന് നടന്നിട്ടൊക്കെ വരുമ്പം മൈൻഡൊന്ന് ഫ്രഷ് ആവും. അതിന് ശേഷമാണ് ഞാൻ കുളിക്കാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാടപ്പെട്ടി തുറക്കുക. പിന്നെ ഇതിനകത്ത് സ്വർണ്ണമൊന്നും ഇല്ല കേട്ടോ. ആമാടപ്പെട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ കുപ്പിവെള്ള കളക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പോൾ ആ കുറച്ച് കുപ്പിവെള്ളകളിൽ നിന്ന് എന്താണോ ആ ഡ്രസ്സിന് മാച്ചായ കുപ്പിവെള്ളം ഇടുക. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോഴൊക്കെ ആയിരുന്നു കറക്റ്റാക്കി ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ ആ വളകൾ ഇത് വെറുതെ ഇരിക്കുകയില്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നും കുളിച്ചിട്ട് വന്നിട്ട് ഏതാണ് ഡ്രസ്സ് അതിനുള്ള കളറിനനുസരിച്ച് വള ഇടും. അപ്പോൾ ഇന്ന് ഞാൻ റെഡാണ് എടുത്തത് കേട്ടോ. റെഡ് വളകളൊക്കെ ഇട്ടു. എങ്ങനെയുണ്ട്? ഭംഗിയായിട്ടില്ലേ? ഭംഗിയായിട്ടില്ലെന്ന് പറഞ്ഞാലും ആരെയാണ് ഇട്ടുന്നു അത്ര. പിന്നെ ഞാൻ കരി വരയ്ക്കും കേട്ടോ. ഹിമാലയയുടെ കരി തിരഞ്ഞു പോയിട്ട് കിട്ടിയില്ല. അമ്മ ഇതാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അതിനുശേഷം ഈ ഒരു ചന്ദനം, ഇത് ഞാൻ ലുലുന്നാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നു. ഞാൻ കുങ്കുമമെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ്. കൊണ്ടുവന്നപ്പോൾ ഈ ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല രസമാണ്. ഇടുമ്പോൾ നമുക്കൊന്നും ഇട്ടതുപോലെയൊന്നും തോന്നത്തില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല മഞ്ഞ പ്രസാദമായിരിക്കും കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് ഞാൻ തൊടും. അത് കുറച്ചൊന്ന് തൊട്ട് അതിനുശേഷം കുങ്കുമം ഇട്ടിട്ട് പിന്നെയാണ് ഞാൻ വിളക്ക് കൊളുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ താഴെയാണ് കേട്ടോ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ചേട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഇഡ്ഡലി സാമ്പാറുമാണ്. എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമല്ല ഇഡ്ഡലി സാമ്പാറും. പക്ഷേ എന്ത് ചെയ്യാം, ചേട്ടൻ്റെ ഫേവറേറ്റാണ് ഇഡ്ഡലി സാമ്പാറും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന്
ചേട്ടൻ പറഞ്ഞു നമുക്ക് ലുലുവിലൊന്ന് പോയിട്ട് വരാം, ചെറുതായിട്ട് ചെറിയ പർച്ചേസിങ് ഒക്കെ ഉണ്ട്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാണ്ട്. അപ്പോൾ എന്നാൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് എന്നാൽ ഞാനൊരു പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ബാക്കി അമ്മ മീൻ പൊരിച്ചും തോരനും ഒക്കെ അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ തോരൻ പരിപ്പില്ലേ, തോരൻ പരിപ്പ് സാമ്പാർ പരിപ്പ് അതിട്ടിട്ട് അത് വെള്ളം ഒഴിച്ചു. അതിലൂടെ സവാള, തക്കാളി, ഒരു വലിയ അല്ലി വെളുത്തുള്ളി, അതുപോലെ 2 പച്ചമുളക്, മല്ലിയില, ഇത്രയും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, ജീരകം ഇത്രയും ഇട്ട് കുക്കറിലിട്ട് വേവിക്കും. 2 വിസിലടിക്കുമ്പോൾ റെഡി ആയിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ പുതുതായിട്ട് വാങ്ങിയൊരു വളയാണ് കേട്ടോ, എങ്ങനെയുണ്ടെന്ന് പറയണേ. ഭയങ്കര നൈസായിട്ടുള്ളൊരു വളയാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള വളയാണ്. പക്ഷേ ഇടുമ്പോൾ അതിങ്ങനെ വാച്ച് പോലെയാണ് ഇടുന്നത്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പറയണം നല്ല ഭംഗിയുണ്ടെന്നല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ലുലുവിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ കാണിക്കണ്ട എന്നാണ് ചേട്ടൻ പറയുന്നത്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, ഒരു 10-11 മണിയായി കാണും നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും. വലിയ തിരക്കില്ല, എന്നാലും ലുലുവിൽ തിരക്കുണ്ടായിരുന്നു. കാരണം സൺഡേ ആണല്ലോ, സൺഡേ ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് വരുന്ന സമയമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാസ്ക് ഒക്കെ എടുത്തുകൊണ്ടാണ് പോയത്. പക്ഷേ നമുക്ക് ഹൈപ്പറിൽ മാത്രമേ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹൈപ്പറിൽ കയറി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. പെട്ടെന്നൊക്കെ തന്നെ ബില്ലടിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചിക്കൻ മേടിക്കാം, വൈകുന്നേരം ചേട്ടന് ചിക്കനും ചപ്പാത്തിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടന് എവിടെ നിന്നോ കഴിച്ചതാണ് കേട്ടോ, ചൗമീൻ എന്ന് പറയുന്ന സംഭവം, നൂഡിൽസിൻ്റെ. അപ്പോൾ അത് കണ്ടപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വാങ്ങിച്ചു. പിന്നെ ഞങ്ങളൊരു ബിരിയാണി മേടിച്ചായിരുന്നു. ഞാൻ നൂഡിൽസ് അധികം കഴിച്ചില്ല, പിന്നെ 2 കരിമ്പിൻ്റെ ജ്യൂസും മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചത്. ഞങ്ങളങ്ങനെ മാസം ആദ്യമാണ് പർച്ചേസിങ്ങിന് ഇറങ്ങാറ്. പക്ഷേ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തീർന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചു പിന്നെ സൺഡേ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. കണ്ടോ, അധികം തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങി, ഒരു മണിക്കൂർ ഉറങ്ങി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റ് മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിലും ഒരു ചെറിയൊരു മൂടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചുറ്റുമൊക്കെ ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചു. കാരണം മഴയാണ്, ഇപ്പോൾ എപ്പോഴും മഴ. നോക്കിയപ്പോൾ ഇങ്ങനെ അധികം നമുക്കിവിടെ പൂച്ച വരാറില്ല. ഒരു പൂച്ച പെട്ടെന്ന് കയറി വന്നു. അങ്ങനെ ഞാൻ അമ്മേനെ വിളിച്ച് കാണിക്കായിരുന്നു, പൂച്ച വന്നു. ഇവിടെ അങ്ങനെ അധികം പൂച്ചകൾ വരാറില്ല കേട്ടോ. പൂച്ചകൾ വരാറില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെളിയിൽ നല്ല പട്ടികൾ ഒരുപാടുണ്ട്, അതുകൊണ്ടായിരിക്കാം പൂച്ചകൾ അധികം ഇങ്ങോട്ട് വരാറില്ല. അപ്പോൾ കുറേയൊക്കെ നടന്നിട്ട് വന്നപ്പോഴത്തേക്കും നന്നായിട്ട് വിശന്നു കേട്ടോ. അപ്പോൾ ഞാൻ റംബൂട്ടാൻ എടുത്ത് കഴിച്ചു. അപ്പോൾ റംബൂട്ടാൻ നല്ല മധുരമുള്ള റംബൂട്ടാനായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു ചിക്കൻ വെക്കണമെങ്കിൽ ഉള്ളിയൊക്കെ അരിഞ്ഞ് തരണമെന്ന്. ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ വിളിച്ചു പറഞ്ഞു എനിക്ക് നല്ലൊരു കോഫി ഇട്ട് വയ്ക്കും, നല്ല തലവേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കോഫിയാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൽ കുറച്ച് കോഫി പൗഡർ എടുക്കുക, കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക, എത്രയാണോ നമുക്ക് ആവശ്യം അത്ര ഷുഗർ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇളം ചൂട് വെള്ളം ഫ്ലാസ്കിൻ്റെ എടുത്തിട്ട് കുറച്ചൊഴിക്കുക, അതിനൊന്ന് മെൽറ്റാക്കാൻ വേണ്ടി ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരു 2-3 ടീസ്പൂൺ അത്ര വെള്ളം ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തിട്ട് നല്ല ക്രീമായിട്ട് ഈ ഒരു പരുവത്തി വരും, ഒരു ബ്രൗൺ ക്രീമി ടെക്സ്ചറായിട്ട് വരും. നന്നായിട്ട് എത്ര ഇളക്കുന്നോ അത്രയും നന്നായിട്ട് കോഫി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് കോഫി ഒരു മിക്സില്ല അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ചൂട് തിളച്ച പാലൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് അതിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിത്രപ്പണിയോ നമുക്ക് ക്യാപ്പുച്ചിനോ ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ചിത്രപ്പണികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഒരു കോഫീൻ്റെ തലവേദന എടുത്ത് വരരുതെന്നൊക്കെ വിചാരിച്ചിട്ടൊരു ലവ്വൊക്കെ വരച്ച് എൻ്റെ ഒരു കരവിരുത് അതിൽ കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ലവ്വാണോ വേറെ എന്തെങ്കിലും ചിത്രമായോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ലവ്വാണ് പ്രതീക്ഷിച്ചത്, അതുപോലെ ആയെന്ന് വിചാരിക്കുന്നു. എന്തോ എന്നാലും എൻ്റെ ലവ് ഞാൻ മാക്സിമം ഒരു കണക്കൊക്കെ ലവ് ആകുന്ന പോലെയൊക്കെ
വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു കോഫി പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ അത്രയും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ എത്ര ബീറ്റ് ചെയ്യുമോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം ഞാൻ ചായ കുടിച്ചു, ചേട്ടൻ കോഫി കുടിച്ചു. നമുക്ക് ഇന്ന് ചക്ക പുഴുങ്ങിയതും മുളക് ഉടച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും രാവിലത്തെ ഇഡ്ഡലി കുറച്ചിരുന്ന് ബാലൻസ് എടുത്തതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചൊരു 10-15 മിനിറ്റ് ഞാനൊന്ന് നടക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഞാൻ നടക്കുന്ന പാത ഇതാണ്. വൈകുന്നേരം നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. മുകളിലോട്ട് ആ ഒരു ഇതിൽ നടക്കും. കുറച്ച് നേരം നടന്ന് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടി. നടന്നിട്ട് പിന്നെ വന്ന് ഫ്രഷായി വിളക്കൊക്കെ കൊളുത്തി പിന്നെ നമ്മൾ ധൂപം കാണിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കൊതുകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞാൻ കുന്തിരിക്കൊക്കെ ഇട്ട് നന്നായിട്ട് പുകയ്ക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും മറ്റേ നമ്മുടെ ഗുഡ് നൈറ്റും അതൊക്കെ ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ നന്നായിട്ട് മുക്കും മൂലയും ഒക്കെ ഞാൻ ഒന്ന് പുകയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം റൂമിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കും. പക്ഷേ എനിക്ക് നന്നായിട്ട് കൊതുക് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ റൂമിനകത്തൊക്കെ ഇട്ട് ആ ഒരു സന്ധ്യ നേരത്തെ പുകച്ച് കഴിയുമ്പോഴത്തേക്കും മാക്സിമം ഉള്ളൊരു കൊതുകൊക്കെ പോകാറുണ്ട്. എന്നാലും ഞാൻ ബാറ്റ് എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഉണ്ട് കൊതുക്. അപ്പോൾ അതൊക്കെ ഒന്ന് പുകച്ച് അതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നാമമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പിന്നെ ഉള്ള തിരക്കെന്ന് പറഞ്ഞാൽ ചേട്ടന് പോകാറാവും. അപ്പോൾ ചേട്ടന് ചപ്പാത്തിയും ചിക്കൻ കറിയാണല്ലോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അത് കഴിക്കുമായിരുന്നു. അപ്പോൾ ഞാനും കൂടെ ഇരുന്ന് കുറച്ച് കഴിച്ചു. പിന്നെ ഡിന്നറായിട്ട് ചോറും നമ്മുടെ ഡാലുപരിപ്പ് കറിയും മീൻ പൊരിച്ചതും ക്യാരറ്റ് തോരനും നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് എൻ്റെ ഡിന്നറും ഒക്കെ ഞാൻ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ